നമസ്കാരം. ഞാൻ ഈ വീഡിയോയിൽ ക്ലാസ് 12-ലെ NCERT സിലബസ് മാത്സ് ചാപ്റ്റർ 3 മെട്രിസസ് ആണ് എടുക്കുന്നത്. തുടർന്നുള്ള ക്ലാസ്സുകൾ കിട്ടാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. ഞാൻ ഇന്ന് എടുക്കുന്നത് ക്ലാസ് 12 NCERT ടെസ്റ്റിലെ ചാപ്റ്റർ 3 ആയ മെട്രിസസിനെ കുറിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ മെട്രിക്സ് എന്താണെന്ന് ആദ്യം പറയാം. മെട്രിക്സ് പറയുന്നതിന് മുന്നേ നമുക്കതൊരു എക്സാമ്പിളിൽ കൂടെ പഠിക്കാം. ഇവിടെ നമുക്ക് സപ്പോസ് രാധയുടെ കയ്യിൽ 15 നോട്ട്ബുക്കുണ്ട്. 15 നോട്ട്ബുക്കുണ്ട്. ഇതിൽ മെട്രിക്സിൽ എങ്ങനെയാണ് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഈ നമ്പർ ഡിനോട്ട് ചെയ്യും. ഇതിനകത്ത് വരുന്ന നമ്പറാണ് രാധയ്ക്കുള്ള നോട്ട്ബുക്ക് എന്ന് പറയുന്നത്. ഇനി രാധയുടെ കയ്യിൽ 15 നോട്ട്ബുക്കും 6 പേനയുണ്ടെന്ന് വെച്ചോ. എങ്കിലെങ്ങനെ നമുക്ക് മെട്രിക്സിൽ റെപ്രസെൻ്റ് ചെയ്യാം? മെട്രിക്സ് ഒരു സ്ക്വയർ ബ്രാക്കറ്റിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. 15,6. 15 എന്ന് പറയുന്നത് നോട്ട്ബുക്കും 6 എന്ന് പറയുന്നത് പെന്നുമാണ്. അങ്ങനെയാണെങ്കിൽ അടുത്തത് ഒരാളുടെ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി 3 പേരുണ്ട് ഇവിടെ. ഇനി ഫൗസിയ, രാധ, സിമ്രാൻ. രാധയുടെ കയ്യിൽ 15 നോട്ട്ബുക്ക്, എത്ര പേനയുണ്ട്? 6 പേനയുണ്ട്. നമ്മളത് സെൻറ്റൻസിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയും, രാധ ഹാസ് 15 നോട്ട്ബുക്ക് ആൻഡ് 6 പെൻ. ഫൗസിയുടെ കയ്യിൽ 10 നോട്ട്ബുക്കും 2 പേനയുണ്ട്. അതേപോലെ സിമ്രാൻ്റെ കയ്യിൽ 13 നോട്ട്ബുക്കും 5 പേനയുണ്ട്. ഇത് നമ്മളിപ്പം ഇങ്ങനെ എഴുതുന്നതിന് പകരം നമ്മൾ ഇത്രയും വേർഡ്സിൽ എഴുതുന്നതിന് പകരം നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് മെട്രിക്സിൽ റെപ്രസെൻ്റ് ചെയ്യുമ്പം ഇതൊരു സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുക്കും. സ്ക്വയർ ബ്രാക്കറ്റിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത് കാണപ്പോഴേ അറിയാം, ഇത് ഈ ഒരു ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ നോട്ട്ബുക്കും ഇതിൽ വരുന്നത് പേനയാണ്. രാധയ്ക്ക് 15 നോട്ട്ബുക്കും 6 പേനയുണ്ട്. ഫൗസിയയ്ക്ക് 10 നോട്ട്ബുക്കും 2 പേനയും. സിമ്രാന് 13 നോട്ട്ബുക്കും 5 പേനയുണ്ടെന്ന് അറിയാം. ഇനി ഇതൊരു മെട്രിക്സ് രൂപത്തിൽ എഴുതുമ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ അതിൻ്റെ ടേംസ് ഒന്നും എഴുതാറില്ല. രാധയാണോ സിമ്രാനാണോ ഫൗസിയാണോന്നും എഴുതാറില്ല. ഇതിൽ ഈ ഒരു താഴോട്ട് എഴുതിയിരിക്കുന്നതിന് ഈ ടേംസ് ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് കോളമാണ്. ഇത് ഒരു മെട്രിക്സിൽ എന്തൊക്കെയുണ്ട്? ഒരു റോസും ഉണ്ട്, കോളംസും ഉണ്ട്. മെട്രിക്സ് ഒരു സ്ക്വയർ ബ്രാക്കറ്റിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് കോളം, അപ്പോൾ ഇത് സെക്കൻഡ് കോളം. ഇനി റോസ് നോക്കണ്ടേ? ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് റോ, ഇതെന്ന് പറയുന്നത് സെക്കൻഡ് റോ, ഇത് തേർഡ് റോ. അപ്പോൾ ഒരു മെട്രിക്സിന് എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായി. ഇത് കോളം ഉണ്ട്, ഇതിങ്ങനെ താഴോട്ട് വെർട്ടിക്കലായിട്ട് വരുന്നത് കോളവും ഹൊറിസോണ്ടൽ പോണത് റോസുമാണ്. ഈ മെട്രിക്സിനെ നമുക്കിനി തിരിച്ച് റെപ്രസെൻ്റ് ചെയ്ത് നോക്കാം. ഇതിപ്പം ഇവിടെ രാധ, ഫൗസിയ, സിമ്രാൻ, ഇവിടെ നോട്ട്ബുക്ക്, ഇവിടെ എന്താണ്? പെന്നാണ്. ഇനി നമുക്ക് തിരിച്ച് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അതായത് ഇവിടെ നോട്ട്ബുക്ക്, പെൻ, ഇവിടെ വരപ്പോൾ രാധ, ഫൗസിയ, സിമ്രാൻ. രാധയ്ക്ക് എത്ര നോട്ട്ബുക്കുണ്ട്? 15 നോട്ട്ബുക്കും 6 പേനയും. ഫൗസിയയ്ക്ക് 10 നോട്ട്ബുക്കും 2 പേനയുണ്ട്. സിമ്രാന് 13 നോട്ട്ബുക്കും ഇവിടെ എത്രയാണ്? 5 പേനയുണ്ട്. അപ്പോൾ മെട്രിക്സിൽ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുക. ഇതിപ്പോൾ എന്ത് പറയും? ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, ഇതെന്ന് പറയുന്നത് തേർഡ് കോളം. ഇനി ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ. അപ്പോൾ മെട്രിക്സിന് 2 രീതിയിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒന്ന് അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ ഡിസ്പ്ലേ ഓഫ് ദ ടേംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി മെട്രിക്സിൻ്റെ ഡെഫിനിഷൻ നോക്കാം. നെക്സ്റ്റ്, ഇനി എന്താണ് മെട്രിക്സ് എന്ന് പറയാം. എ മെട്രിക്സ് ഈസ് ആൻ ഓർഡേർഡ് റെക്റ്റാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് ഓർ ഫങ്ഷൻസ്. ഒരു മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കുലർ അറേയിൽ ഓർഡർ ചെയ്തേക്കുന്ന നമ്പേഴ്സ് ഓർ ഫങ്ഷൻസ് ആണ്. ഈ നമ്പേഴ്സ് ഓർ ഫങ്ഷൻസ് എന്ന് പറയുന്നത് അതിലെ എലിമെൻസിനെയാണ് നമ്പർ അല്ലെങ്കിൽ ഫങ്ഷൻ എന്ന് പറയുന്നത്. എലിമെൻറ്റ്സ് എന്ന് പറയുമ്പം 2 ഒരു എലിമെൻ്റ് ആണ്. മെട്രിക്സിൽ ഒരു എലിമെൻറ്റ് 2 ഉണ്ട്, -1 ഉണ്ട്, 3 ഉണ്ട്,
2 ഉണ്ട്. ഇതൊക്കെ എന്താണ്? ഈ റെക്റ്റാങ്കുലർ അറേയിൽ വരുന്ന എലിമെൻറ്റ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഫങ്ഷൻസ് ആണ്. ഇനി ഒരു മെട്രിക്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൊറിസോണ്ടലായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് റോസും വെർട്ടിക്കലായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് കോളംസും ആണ്. ഇതാണ് മെട്രിക്സിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഈസ് ആൻ ഓർഡേർഡ് റെക്റ്റാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് ഓർ ഫങ്ഷൻസ്. നെക്സ്റ്റ്, ദ ഓർഡർ ഓഫ് എ മെട്രിക്സ്. ഓർഡർ ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു മെട്രിക്സിന് റോസും ഉണ്ട് കോളം ഉണ്ടെന്ന് പറഞ്ഞു. ഇനി അതിൽ എ മെട്രിക്സ് ഹാവിങ് m റോസ് ആൻഡ് n കോളംസ് ഈസ് കാൾഡ് എ മെട്രിക്സ് ഓഫ് ഓർഡർ m by n. ഇത് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്ന m ക്രോസ് എന്നിനെ റീഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? m by n എന്നാണ്. m എന്ന് പറയുന്നത് റോസും n എന്ന് പറയുന്നത് കോളമാണ്. ഫോർ എക്സാമ്പിൾ മെട്രിക്സ് 1 2 3 4 ഇതിൻ്റെ ഓർഡർ എങ്ങനെയാണ്? ഇതിൽ എത്ര റോസ് ഉണ്ടാവും? 1 2 റോസ് ഉണ്ട്. ഇനി ഇതിൽ എത്ര കോളം ഉണ്ട്? 1 2. അപ്പം ഇതെന്ന് പറയുന്ന ഒരു 2 by 2 മെട്രിക്സ് ആണ്. ഇപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഓർഡർ പറയുന്നതെന്ന് മനസ്സിലായോ? എത്ര റോസ് ഉണ്ട് അത് ഫസ്റ്റ് റെപ്രസെൻ്റ് ചെയ്യുക, എത്ര കോളം ഉണ്ട് അത് സെക്കൻഡ് റെപ്രസെൻ്റ് ചെയ്യുക. ഇത് 2 by 2 മെട്രിക്സ് ആണ്. ഇനി നോക്കൂ, ഒരു മെട്രിക്സ് 3 2 3 2 2 1 5 0 ഇതൊരു മെട്രിക്സ് ആണ്. ഇതിൻ്റെ ഓർഡർ പറയൂ, എങ്ങനെയായിരിക്കും? നമുക്കിപ്പോൾ ആദ്യം നോക്കേണ്ട എത്ര റോസ് ഉണ്ടെന്ന് നോക്കണം. 1 2 3, അതായത് 3 ഫസ്റ്റ് എഴുതുക, 3 റോസ് ഉണ്ട്. നെക്സ്റ്റ് നോക്കേണ്ടത് ബൈ കോളം, എത്ര കോളം ഉണ്ട്? 1 2. അപ്പോൾ 3 by 2 ആണ് ഈ മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. പിന്നീട് ഒരു കാര്യം കൂടെ ഉണ്ട്, ഒരു മെട്രിക്സ് എപ്പോഴും ക്യാപിറ്റൽ ലെറ്റേഴ്സിലായിരിക്കണം റെപ്രസെൻ്റ് ചെയ്യുന്നത്. മെട്രിക്സ് എ ഈസ് ഈക്വൽ ടു 2 1 3 2 എന്നൊക്കെ നമുക്ക് എഴുതാം. ഇതെന്ന് പറഞ്ഞാൽ 2 by 2 മെട്രിക്സ് ആണ്. ഇങ്ങനെയാണ് ഒരു മെട്രിക്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം ഡിനോട്ട് ചെയ്യുന്ന. മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യുന്ന എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ ആണ്. ഇനി ഓർഡർ ഓഫ് എ മെട്രിക്സിൻ്റെ ജനറൽ ഫോം എഴുതാം. അതായത് ജനറലിൽ m by n മെട്രിക്സിന് എങ്ങനെ നമുക്ക് എഴുതാം? റെക്റ്റാങ്കുലർ അറേയിൽ എങ്ങനെ എഴുതാം? ഫസ്റ്റ് എലിമെൻ്റ് എന്തായാലും 1 1 1 2, ഫസ്റ്റ് റോ 1, സെക്കൻഡ് കോളം അതാണ് 1 1 1 2 1 3 എക്സെട്ര 1 n. എന്ത് എലിമെൻറ്റ് വരെ ഉണ്ട്? n റോ വരെ ഉണ്ട്. ആ കാര്യം m by n അല്ലേ. ഇനി സെക്കൻഡ് 2 1 സെക്കൻഡ് റോ ഫസ്റ്റ് കോളം 2 2 2 3 എക്സെട്ര a 2 n. അങ്ങനെ m റോ വരെ എഴുതണം. a m1 a m2 a m3 എക്സെട്ര ലാസ്റ്റ് ഏതായിരിക്കും? a m n. അതായത് മെട്രിക്സ് ഓഫ് ഓർഡർ m by n ആണ്. അതായത് മെട്രിക്സ് എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് ഓഫ് ഓർഡർ m by n. ഇങ്ങനെയാണ് ജനറൽ ഫോമിൽ എഴുതുന്നത്. ഇതിൽ എ എന്ന് പറഞ്ഞാൽ എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് ഓഫ് എ i j m by n. ഇതിൽ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു i ലെസ് ദാൻ ഓർ ഈക്വൽ ടു m. അതായത് റോയുടെ കേസാണ് പറയുന്നത്. i എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞുതരാം. ദെൻ നെക്സ്റ്റ് അടുത്തത് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു j ലെസ് ദാൻ ഓർ ഈക്വൽ ടു n, വേർ i j ബിലോങ്സ് ടു n എന്നാണ്. i എന്ന് പറയുന്ന റോയെ റെപ്രസെൻ്റ് ചെയ്യും, j എന്ന് പറയുന്നത് കോളം റെപ്രസെൻ്റ് ചെയ്യുന്ന എലിമെൻറ്റ്സ് ആണ്. a12 നമുക്ക് എങ്ങനെ എഴുതാം? a12 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് i j, അതിൽ i എന്ന് പറയുന്നത് 1ഉം റോ ഫസ്റ്റ് റോയിൽ സെക്കൻഡ് കോളത്തിൽ എലിമെൻ്റ് എന്നാണ് ഇതിൻ്റെ മീനിങ്. അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ ജനറലായിട്ട് പറയാം? 1,2th എലിമെൻ്റ് ഓഫ് എ എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. അതായത് ജനറലായിട്ട് പറയുമ്പം ith റോയിൽ jth കോളത്തിലെ എലിമെൻ്റ് എന്നാണ് മീനിങ്. അതായത് i, jth എലിമെൻ്റ് ഓഫ് എ എന്നാണ് മീനിങ്. എക്സ് വൈ എന്ന് പറയുന്ന പ്ലെയിനിന് നമുക്ക് മാട്രിക്സിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ലെറ്റ് പി എന്ന് പറയുന്ന പോയിന്റ് p ഈക്വൽ ടു 0 1 എന്ന് പറഞ്ഞ ഒരു പോയിന്റ്. ഇത് നമുക്ക് മാട്രിക്സിൽ റെപ്രസെൻ്റ് ചെയ്യാം. എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? ഒന്നെങ്കിൽ വെർട്ടിക്കലായിട്ട് റെപ്രസെൻ്റ് ചെയ്യും 0 1, അല്ലാന്നുണ്ടെങ്കിൽ p ഈസ് ഈക്വൽ ടു 0 1, അല്ലാന്നുണ്ടെങ്കിൽ p ഈസ് ഈക്വൽ ടു 0 1. അതായത് മെട്രിക്സ് രൂപത്തിൽ നമുക്ക് അതിൻ്റെ വെർട്ടിസസ് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഇനി അതേപോലെ ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ വെർട്ടിസസ് എങ്ങനെ
മെട്രിക്സ് രൂപത്തിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ക്വാഡ്രിലാറ്ററൽ ABCD. ക്വാഡ്രിലാറ്ററൽ ABCDക്ക് എ എന്ന് പറഞ്ഞ പോയിൻ്റ് 1 0യും ബി ഈസ് ഈക്വൽ ടു 2 1, ബി എന്ന് പറഞ്ഞാൽ 3 2, സി എന്ന് പറഞ്ഞാൽ 1 3, ഡി എന്ന് പറഞ്ഞാൽ -1 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് മെട്രിക്സിൽ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം എക്സ് മെട്രിക്സിൻ്റെ നെയിം കൊടുക്കണം, ക്യാപിറ്റൽ ലെറ്റർ. ദെൻ നമുക്കറിയാം മെട്രിക്സ് 4 ഇതുണ്ട്, എ ബി സി ഡി ആണെന്ന് അറിയാം. അപ്പം എയുടെ വാല്യൂസ് എന്ന് പറഞ്ഞാൽ 1 0, ബിയുടെ വാല്യൂസ് എങ്ങനെയാണ് കൊടുക്കുക 3 2, സിയുടെ വാല്യൂ 1 3, ഡിയുടെ വാല്യൂ -1 2. ഇതിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യുന്ന വെർട്ടിക്കലായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. എങ്ങനെ എഴുതാം? എഴുതുന്നത് 1 0 3 2 1 3 -1 2 എന്നും റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ്. ഇതിൽ മെട്രിക്സിൻ്റെ ഓർഡർ കൊടുക്കണം. ഓർഡർ എങ്ങനെയാണ്? ഇതിൽ എത്ര റോ ഉണ്ട്? 2 റോസ് ഉണ്ട്. 2 റോസ് ബൈ 4 കോളംസ്, 2 by 4 മെട്രിക്സ് ആണ് ഇത്. ഇതപ്പോൾ എങ്ങനെയായിരിക്കും? എത്ര റോസ് ഉണ്ട്? 4 റോസ് ഉണ്ട്. അപ്പോൾ 4 by എത്ര കോളം? 2. അപ്പോൾ 4 by 2 മെട്രിക്സ് ആണ് അത്. ഇനി ടെസ്റ്റിലെ എക്സാമ്പിൾ നമ്പർ 1, പേജ് നമ്പർ 59 ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ ഫോളോയിങ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് the number of men and women workers in 3 factories 1 2 and 3 എന്ന് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന വാല്യൂസ് ആണ്. മെന്നിൽ ഫസ്റ്റ് ഫാക്ടറിയിൽ 30 men 25 women, സെക്കൻഡ് ഫാക്ടറിയിൽ 25 men 31 women, തേർഡിൽ 27 men 26 women. ഇനി നമുക്ക് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? റെപ്രസെൻ്റ് ദ എബോ ഇൻഫോർമേഷൻ ഇൻ ദ ഫോം ഓഫ് 3 by 2 മെട്രിക്സ് എന്നാണ്. അതായത് 3 റോസും വേണം, 2 കോളമേ കാണാൻ പാടുള്ളൂ. വാട്ട് ഡസ് ദ എൻട്രി ഇൻ ദ തേർഡ് റോ ആൻഡ് സെക്കൻഡ് കോളം റെപ്രസെൻറ്റ്? ഇനി അങ്ങനെയാണെങ്കിൽ ആ ഒരു മെട്രിക്സ് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്നാണ് നോക്കാനുള്ളത്. നമുക്ക് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? മെട്രിക്സിനൊരു പേര് കൊടുക്കാം, ലെറ്റ് ഇറ്റ് ബി എ. ഇനി അതിൽ 3 റോസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ 3 റോസിനെ ഫില്ല് ചെയ്യാനായിട്ട് ഇവിടെ കോളം 2 അത് മെന്നും വുമണും. ഇവിടെ നമുക്ക് 3 by 30 25 മെന്ന് വുമൺ, ദെൻ 25 31 27 26. ഇതിപ്പോൾ 3 റോസ് 2 കോളം. ഇങ്ങനെയാണ് ഒരു മെട്രിക്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. നമുക്ക് ചോദിച്ചിട്ടുള്ള എന്താണ്? എൻട്രി ഇൻ ദ തേർഡ് റോ ആൻഡ് സെക്കൻഡ് കോളം. എൻട്രി ഇൻ ദ തേർഡ് റോ, തേർഡ് റോയിൽ സെക്കൻഡ് കോളം, അതായത് തേർഡ് റോയിൽ സെക്കൻഡ് കോളം എന്ന് പറഞ്ഞാൽ വുമൺ ഓഫ് ഫാക്ടറി 3 അതാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ 2. ഇഫ് ആൻ മെട്രിക്സ് ഹാസ് 8 എലിമെൻറ്റ്സ്, വാട്ട് ആർ ദ പോസിബിൾ ഓർഡേഴ്സ് ഇറ്റ് ക്യാൻ ഹാവ്? നമുക്കറിയാം ഒരു m by n മെട്രിക്സിൽ എത്ര എലിമെൻറ്റ്സ് കാണും? mn എലിമെൻറ്റ്സ് കാണും. ഇത് എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. 2 1 3 2 ഇതെന്ന് പറഞ്ഞാൽ 2 by 2 മെട്രിക്സ് ആണെന്ന് പറഞ്ഞു. ഇതിൽ എത്ര എലിമെൻറ്റ്സ് ഉണ്ട്? അതായത് ഇതിൻ്റെ പ്രോഡക്റ്റ് തന്നെയാണ് അതിൻ്റെ നമ്പർ ഓഫ് എലിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 4. 1 2 3 4. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 8 എലിമെൻറ്റ്സ് വരണം. അതായത് ഇതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ 8ൻ്റെ ഫാക്ടേഴ്സിൽ വരണം. നമുക്ക് പ്രോഡക്റ്റ് 8 വരുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയെന്ന് നോക്കാം. 1 into 8 8, ദെൻ 8 into 1 തിരിച്ചും എഴുതാം. നെക്സ്റ്റ് 2ൽ വരുമ്പോൾ 2 into അത് ഞാൻ ആ ഓർഡറിൽ തന്നെ പോകാം. 1 into 8 8, നെക്സ്റ്റ് 2 വരുമ്പോൾ 2 into 4 8, 3ൽ പറ്റില്ല, 4ൽ അടുത്ത് നെക്സ്റ്റ് 4 into 2 8, നെക്സ്റ്റ് അടുത്തത് 8ൽ തന്നെ 8 into 1. അതായത് 4 ഓർഡേർഡ് പെയേഴ്സിലാണ് ഇത് വരുന്നത്. അതായത് ഓർഡേർഡ് പെയർ, ഓർഡർ ഓഫ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ 1 by 8 മെട്രിക്സ്, 2 by 4 മെട്രിക്സ്, 4 by 2 മെട്രിക്സ്, 8 by 1 മെട്രിക്സ്. ഇതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. പോസിബിൾ ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. നെക്സ്റ്റ് എക്സാമ്പിൾ 3. കൺസ്ട്രക്ട് എ 3 by 2 മെട്രിക്സ് ഹൂസ് എലിമെൻറ്റ്സ് ആർ ഗിവൺ ബൈ aij ഈക്വൽ ടു 1 by 2 മോഡുലസ് ഓഫ് i - 3j. ഇതാണ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ഒരു
3/2 മെട്രിക്സ് ആണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ എലിമെൻറ്റ്സ് എങ്ങനെയായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്? മെട്രിക്സ് എ ഈസ് ഈക്വൽ ടു ഫസ്റ്റ് എലിമെൻറ്റ് എങ്ങനെയായിരിക്കും? 1 ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ദെൻ സെക്കൻഡ് ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, സെക്കൻഡ് റോ ഫസ്റ്റ് കോളം, ദെൻ എ 2 സെക്കൻഡ് റോ സെക്കൻഡ് കോളം, ദെൻ തേർഡ് എലിമെൻറ്റ് അതായത് 3/2 ആകുമ്പോൾ 3 റോസ് വേണം. അടുത്തത് തേർഡ് റോ ഫസ്റ്റ് കോളം, തേർഡ് റോ സെക്കൻഡ് കോളം. ഇതിനെങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്ന 3/2 മെട്രിക്സ് ആണ്. നമുക്ക് ഇവിടെ ഐക്കും ജെക്കും പകരം 1 നെക്സ്റ്റ് ആദ്യം ഓരോ ടേംസ് ആയിട്ട് ഇവിടുത്തെ കണ്ടുപിടിക്കണം. അതിനുള്ള ഫോമുലയാണ് AIJ ഈക്വൽ ടു ഹാഫ് മോഡുലസ് ഓഫ് I മൈനസ് 3J. A11 എന്ന് പറയുമ്പോൾ A11 ഈസ് ഈക്വൽ ടു ഐക്ക് പകരം 1ഉം ജെക്ക് പകരം 1 കൊടുക്കണം. 1/2 ഇൻറ്റു 1 മൈനസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു മോഡുലസ് ഓഫ് -2. മോഡുലസ് കൊടുക്കുന്നത് നെഗറ്റീവ് ടേംസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മോഡുലസ് കൊടുക്കുന്നത്. അപ്പം -2 ഇൻറ്റു +2 ആവും. 2ഉം 2ഉം വെട്ടിപ്പോയി. ആൻസർ എന്ന് പറഞ്ഞാൽ 1. ഫസ്റ്റ് എലിമെൻ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ് കിട്ടുന്നത്. അതേപോലെ ഓരോ എലിമെൻറ്റും കണ്ടുപിടിക്കണം. ഈ ഫോമുല യൂസ് ചെയ്തിട്ട് ഓരോ എലിമെൻറ്റും കണ്ടുപിടിക്കണം. അപ്പം A11 കിട്ടി. A11 എന്ന് പറഞ്ഞാൽ 1 എന്ന് കിട്ടി. നെക്സ്റ്റ് A12 കണ്ടുപിടിക്കണം, A21 കണ്ടുപിടിക്കണം, A22 കണ്ടുപിടിക്കണം, A31 A32 കണ്ടുപിടിക്കണം. ഓരോന്ന് ചെയ്ത് നോക്കാം. A12 അപ്പോൾ ഹാഫ് ഐക്ക് പകരം 1 മൈനസ് 3 ഇൻറ്റു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് 1 മൈനസ് 3 ഇൻറ്റു 2 6 ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു മോഡുലസ് ഓഫ് 1 മൈനസ് 6 എന്ന് പറഞ്ഞാൽ -5 ഇൻറ്റു 5 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 5/2. ദെൻ A21 ചെയ്യണം. A21 എന്ന് പറയുമ്പോൾ 1/2 ഐയുടെ വാല്യൂ ഇപ്പോൾ 2 ആയി. 2 മൈനസ് 3 ഇൻറ്റു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 2 ഇൻറ്റു -3 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. ദെൻ A22 കണ്ടുപിടിക്കണം. A22 എന്ന് പറയുമ്പോൾ 1/2 2 മൈനസ് 3 ഇൻറ്റു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 2 മൈനസ് 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു -4 അല്ല 1/2 ഇൻറ്റു 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ A22 എന്ന് പറഞ്ഞാൽ 2 എന്ന് കിട്ടി. നെക്സ്റ്റ് A31 എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു 3 മൈനസ് 3 ഇൻറ്റു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 0 3 മൈനസ് 3 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ദെൻ A32 കണ്ടുപിടിക്കണം. A32 എങ്ങനെ കണ്ടുപിടിക്കും? 1/2 3 മൈനസ് 3 ഇൻറ്റു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 3 മൈനസ് 6 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2. ഇനി നമുക്കത് മെട്രിക്സിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് മെട്രിക്സ് A ഈസ് ഈക്വൽ ടു A11 പകരം 1, A12 5/2, A21 എന്ന് പറഞ്ഞാൽ 1/2, 22 എന്ന് പറഞ്ഞാൽ 2, A31 എന്ന് പറഞ്ഞാൽ 0, A32 എന്ന് പറഞ്ഞാൽ 3/2. ഇതെന്ന് പറഞ്ഞാൽ ഒരു 3/2 മെട്രിക്സ് ആണ്. ഇതാണ് ആൻസർ. താങ്ക് യു. ക്ലാസ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.